വിശദമായ വാർത്തകളിലേക്ക്. ഇസ്രായേലിലെ ബീർഷേബയിൽ കെമിക്കൽ ഫാക്ടറിക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. അപകടകരമായ രാസവസ്തുക്കൾ വായുവിൽ കലർന്നതായും പുറത്തിറങ്ങരുതെന്നും പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകി. കുവൈത്ത് സൈനിക ക്യാമ്പിന് നേർക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. 10 സൈനികർക്ക് പരിക്കേറ്റതായി കുവൈത്ത് സേന അറിയിച്ചു. MCA നാസർ വിവരങ്ങളുമായി ചേരുകയാണ്. MCA, അവിടെ കെമിക്കൽ ഫാക്ടറിക്ക് നേരെ ഉണ്ടായ ആക്രമണം അവിടെ വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്നത് അപകടകരമായ രാസവസ്തുക്കൾ വായുവിൽ കലർന്നു, പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശമാണ്. അപ്പോൾ ആക്രമണം അടുത്ത തലത്തിലേക്ക് പോകുന്നു, കൂടുതൽ ജനങ്ങളെ ബാധിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെയാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്, ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഇറാൻ പറയുന്നത്. അതോടൊപ്പം അമേരിക്കയുടെ കരയുദ്ധത്തിനുള്ള സാധ്യതകൾ, അമേരിക്ക അതിനുള്ള കൊപ്പുകൂട്ടുന്നു, തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ള വാർത്തകളും കൂടി ഉണ്ടല്ലോ. പക്ഷെ തീർച്ചയായിട്ടും കുറെ കൂടി സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് പിന്നിട്ട് 24 മണിക്കൂറായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ നിരവധി സർവകലാശാലകൾക്ക് നേരെ ഇന്നലെ ആക്രമണം നടന്നു. അതിന്റെ ഭാഗമായിട്ട് അധ്യാപകർ ഉൾപ്പെടെ പലർക്കും പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. അതിനുള്ള തിരിച്ചടി തങ്ങൾ ഉടൻ തന്നെ നൽകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ വ്യവസായ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, അതിന്റെ ഒരു തിരിച്ചടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ ബീർഷേബയിലുള്ള ആളിപ്പടരുന്ന തീയുടെ അത്യധികം നടുക്കം സൃഷ്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത്. ബീർഷേബയിലെ ആ പ്രദേശത്ത് നിന്ന് ജനങ്ങളോട് പൂർണ്ണമായിട്ടും വീടുകളിൽ തന്നെ തങ്ങാനുള്ള നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. കാരണം അത്യധികം അപകടകരമായിട്ടുള്ള രാസവസ്തുക്കളാണ് ഇപ്പോൾ ഈ ഫാക്ടറിയിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് വായുവിൽ കലർന്നത് കൊണ്ട് തന്നെ പല നിലയ്ക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രായേൽ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരോട് പുറത്തിറങ്ങരുത് എന്ന ഒരു നിർദ്ദേശമാണ് ഈ ബീർഷേബയിലെ ഫാക്ടറി പരിസരത്തുള്ള ആളുകൾക്ക് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ആക്രമണം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന്റെ നീക്കങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇറാഖിന്റെ പല ഭാഗങ്ങളിലും ആക്രമണം നടക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കാരണം ഇറാഖിനെ പൂർണ്ണമായിട്ടും ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കം അമേരിക്കയും ഇസ്രായേലും തുടരുന്നതായിട്ട് ഇറാഖ് നേതൃത്വം തന്നെ ആരോപിച്ചിട്ടുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിൽ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം നീക്കങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഇറാഖിലെ നേതൃത്വം പറയുന്ന ഘട്ടത്തിലും നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇറാഖിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുവൈത്ത് സൈനിക ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിലാണ് 10 കുവൈത്ത് സൈനികർക്ക് പരിക്കേറ്റതായിട്ട് കുവൈത്തിലെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സൈനിക ക്യാമ്പിന് കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചു എന്നുകൂടി കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അല്പം മുമ്പ് ഇറാനിലെ സൈനിക വക്താവിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇനി അടുത്ത മണിക്കൂറിൽ ആക്രമണം നടക്കാൻ പോകുന്നത്, കാത്തിരിക്കൂ എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാനിലെ സൈനിക വക്താവിൻ്റെതായിട്ടുള്ള ഒരു പ്രതികരണം വ്യക്തമാക്കുന്നത്. അപ്പോൾ നമ്മൾ കരുതിയതിനേക്കാൾ അപ്പുറത്തേക്ക് വ്യാപ്തിയിലേക്ക് യുദ്ധത്തെ കൊണ്ടുപോകാനുള്ള നീക്കങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും അതോടൊപ്പം തന്നെ ഇറാനും തുടരുന്നത് എന്ന് ഈ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. പക്ഷെ അതേസമയം നയതന്ത്ര നീക്കങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈജിപ്ത്, തുർക്കി, പാകിസ്ഥാൻ അതോടൊപ്പം തന്നെ സൗദി അറേബ്യ, ഈ 4 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഇസ്ലാമാബാദിൽ യോഗം ചേരുകയും എത്രയും നയതന്ത്ര ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകൾ ആരായുകയാണ്. അതേ സമയത്ത് തന്നെയാണ് ബീർഷേബയിലെ അവിടെ കെമിക്കൽ ഫാക്ടറിക്ക് നേരെ ഉണ്ടായ ആക്രമണം, വായുവിൽ രാസവസ്തുക്കൾ കലർന്നിരിക്കുന്നു എന്നുള്ള അപകടകരമായ സാഹചര്യം അവിടെയുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്.